നമ്മുടെ തീം എന്താണ്? എന്നെ പ്രകാശിപ്പിക്കണമേ. എല്ലാവരും ചേർന്ന് പറഞ്ഞ് എന്നെ പ്രകാശിപ്പിക്കണമേ. കരം കൊടുത്ത് പറഞ്ഞ് എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നെ പ്രകാശിപ്പിക്കണം, എന്നെ പ്രകാശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കരം കൊടുക്കുമ്പോൾ അദ്ദേഹം അല്ല പ്രകാശിപ്പിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. കർത്താവിനോടുള്ളൊരു പ്രാർത്ഥനയാണ്, എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചതാ. പക്ഷെ ഈ പ്രകാശനം, ഈ ദൈവികമായ പ്രകാശം, ഈ ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മളിൽ നിന്ന് എവിടെയൊക്കെയോ ഏതൊക്കെ സാഹചര്യത്തിൽ വിട്ടുപോയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാ ഈ ക്യാമ്പ് സർവശക്തനായ ദൈവം നമുക്ക് തന്നത്. ആമേൻ. ഉറപ്പുണ്ടോ? ആ പ്രകാശം നമുക്ക് ലഭിക്കാൻ, ആ പ്രകാശം നമുക്ക് വീണ്ടും വരണം. പക്ഷേ എന്നാ ചെയ്യാനാ? ഈ പ്രകാശം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്നറിയാമോ? 4 കാരണങ്ങൾ ഞാൻ പങ്കുവെക്കാൻ പോകാം. 4 കാരണങ്ങൾ. ഞാൻ ഇവിടുന്ന് 4 പേരെ ഇവിടുന്ന് ഞാൻ ക്ഷണിക്കുകയാണ്. 4 പേര്. സ്തോത്രം. 2 പേര് ഇവിടുന്ന് ബോയ്സിൻ്റെ ഭാഗത്തുനിന്ന് വരണം, 2 പേര് ഗേൾസിൻ്റെ ഭാഗത്തുനിന്ന് വരണം. അവർക്ക് സമ്മാനമുണ്ട്, അവർക്ക് പക്ഷേ അവസാനം സമ്മാനം കൊടുക്കുകയുള്ളൂ. അതിനാഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ വേഗത്തിൽ ഓടി വന്ന് സ്റ്റേജിലോട്ട് ഓടി. ഒത്തിരി കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ്, പക്ഷെ എന്നായാനാ ഇവർ 2 പേര് ആദ്യം വന്നു. സ്തോത്രം. അവിടെ ആരാ? വേഗത്തിൽ വേഗത്തിൽ വേഗത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രകാശത്തെ നമ്മൾ പലപ്പോഴും മൂടി വയ്ക്കുന്ന അനുഭവമാണ്. മൂടി വയ്ക്കുന്നത്. വേഗത്തിൽ വേഗത്തിൽ ഈ സൈഡ് ഓടി ഓടി. ആമേൻ. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ച വെളിച്ചം പാത്രം കൊണ്ട് മൂടരുത്. എല്ലാരും പറഞ്ഞേ, വെളിച്ചം ഇതാ 1-ാമത്തെ പാത്രം കയ്യിൽ പിടിച്ചേ. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം. പാത്രം കൊണ്ട് മൂടരുത്. 2-ാമത് മർക്കോസിന്റെ സുവിശേഷം 4:21 പറയുന്നത്, കട്ടിലിന് കീഴെ വയ്ക്കരുത്. 2-ാമത് കട്ടിലിന് കീഴെ വെക്കരുത്. ഇതാ 2-ാമത്തെ, കട്ടിലിന് കീഴെ വെക്കരുത്. അടുത്ത നിലവറയിൽ വെക്കരുത്. ലൂക്കോസിന്റെ സുവിശേഷം 11:33, നിലവറയിൽ വെക്കരുത്. ഇതാണ് നിലവറ. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. അടുത്ത പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പ്രകാശത്തെ, ആ വാക്യം ഒന്ന് വായിക്കാമോ? യെസ്. പാറയിൻ കീഴിൽ വയ്ക്കരുത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ 4 പേര് നിൽക്കുകയാണ്. 4 പേരും സ്റ്റേജ് പോലെ നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, സന്തോഷം. ഇവർ 4 പേര് ഇവിടെ വന്നതിൽ അസൂയയില്ലാത്തവരൊന്ന് കൈയടിച്ചേ. അസൂയയില്ലാത്തവർ. ഓക്കെ ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെയാണ് നിങ്ങൾ 4 പേര് നിൽക്കുന്നത് കേട്ടോ. നിങ്ങളുടെ 4 പേർക്കും നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കൂ. 1-ാമത് പ്രകാശം ഏതാ? പാത്രം കൊണ്ട് മൂടരുത്. 2, കട്ടിലിന് കീഴെ വയ്ക്കരുത്. അടുത്തത്, നിലവറയിൽ വയ്ക്കരുത്. അടുത്തത്, പറയും കീഴ് വെക്കരുത്. സ്തോത്രം. നമുക്ക് ലഭിച്ച പ്രകാശം പലരും ഈ നിലവാരത്തിലാ ഇപ്പൊ കൊണ്ട് മൂടി വച്ചിരിക്കുന്നേ. എങ്ങനെ പ്രകാശിക്കും? എങ്ങനെ മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്താൻ പറ്റും? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു. എന്നിട്ട് ഈ പ്രകാശം പ്രാപിച്ച, ഈ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ പ്രാപിച്ച ശിഷ്യന്മാരെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹലോ, നിങ്ങളെല്ലാവരും ഉണ്ടോ ഇവിടെ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ച പ്രകാശം നമ്മൾ തന്നെ എന്ത് ചെയ്തു? ഒതുക്കിക്കളഞ്ഞു. ഏതിലാ? 1, പാത്രം കൊണ്ട് എന്ത് ചെയ്തു? മൂടി. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. 1, പാത്രം കൊണ്ട് മൂടരുത്. പാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഉപജീവന ചിന്തകളാ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ ജീവിക്കുമെന്നൊക്കെ
ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ചിന്നുവിന്റെ ടെസ്റ്റ് മണി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റ് മണിയാണ്. പലരും അയ്യോ എങ്ങനെ മുന്നോട്ട് പോകും, അതുകൊണ്ട് പഠിക്കാൻ കഴിയത്തില്ല, ഏതെങ്കിലും ചെറിയ ജോലിക്ക് പോകാം. ചില കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ ജോലിക്ക് പോകാൻ തുടങ്ങി. എന്തെന്നറിയാമോ? വീട്ടിലെ സാഹചര്യം അങ്ങനെയാ. ഒത്തിരി ബുദ്ധിമുട്ടിന്റെ അനുഭവത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇല്ല, ഞാൻ പഠിക്കുന്ന ആ തലം വിട്ടിട്ട് ഞാൻ ഡോക്ടറാകാൻ ആഗ്രഹിച്ചതാ, പക്ഷെ എനിക്ക് ഡോക്ടറാകാനുള്ള സാമ്പത്തികം എൻ്റെ ഭവനത്തിലില്ല, അതുകൊണ്ട് എനിക്ക് വേറെ ഏതെങ്കിലും മാർഗത്തിലേക്ക് പോകണമെന്ന് ചിന്തിച്ച് ലഭിച്ച പ്രകാശത്തെ മൂടിക്കളയുന്ന അനുഭവം, പാത്രം കൊണ്ട് മൂടിക്കളയുന്ന അനുഭവം. പത്രോസ് പോലും ഒരിക്കൽ ഈ പ്രകാശത്തെ ഉപജീവന ചിന്തകളാൽ മൂടിക്കളഞ്ഞു. പക്ഷെ സ്നേഹവാനായ കർത്താവ് ആ പത്രോസിനെ വീണ്ടും തേടിപ്പോയി മടങ്ങി വന്നതുകൊണ്ടാണ് ബെന്തക്കോസ്തിൽ എഴുന്നേറ്റു നിന്നപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെടുവാനായിട്ടിടയായത്. ഹല്ലേലൂയ. ഒന്ന്, പാത്രം കൊണ്ട് നിങ്ങൾ മൂടരുത്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, പാത്രം കൊണ്ട് മൂടരുത്, പാത്രം കൊണ്ട് മൂടരുത്. ആമേൻ. യൂദയുടെ മേലെ നിങ്ങൾ എല്ലാവരും യൂദയെ തള്ളിക്കളയാറുണ്ട് കേട്ടോ. പക്ഷെ യൂദ ഏറ്റവും ദൈവകൃപയുള്ളവനായിരുന്നു. ഈ രണ്ട് പേരായിട്ട് കർത്താവ് അയക്കുമ്പോൾ ഇതാ യൂദയും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. യൂദയും കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. യൂദയും പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം വിട്ടുപോകുമായിരുന്നു. യൂദയും പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. എന്നാൽ ഉജീന ചിന്ത വന്നു, പണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു. അതുകൊണ്ട് ആ പ്രകാശത്തെ മൂടിക്കളഞ്ഞു. ഇവിടെ വന്നിരിക്കുന്ന സകല ജനത്തോടും, എനിക്ക് യുവാക്കളോട്, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ലൈവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഉപജീവന ചിന്ത വന്ന് പ്രാർത്ഥന കുറഞ്ഞു, ഉപജീവന ചിന്ത വന്ന് ആരാധന കുറഞ്ഞു, ഉപജീവന ചിന്ത വന്ന് ഉപവാസം കുറഞ്ഞു, ഉപജീവന ചിന്ത വന്ന് അകത്തുള്ള ദൈവിക പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയാതെ എത്രയോ പേരോട് സുവിശേഷം അറിയിച്ച വ്യക്തികളാ, എത്രയോ പേരോട് ആമേൻ അനേകർക്ക് പ്രകാശം കൊടുക്കേണ്ട നീ ഉപജീവന ചിന്തകളാൽ നീ അതിനെ മൂടിക്കളഞ്ഞു. ഇനി അടുത്ത് ശ്രദ്ധിക്കൂ. രണ്ടാമത്, ഇതാ കട്ടിലിന് കീഴ് എന്ത് ചെയ്യരുത്, വയ്ക്കരുത്. കട്ടിലെന്ന് പറയുന്നത് സുഖജീവിതമാണ്. സുഖജീവിതം, സുഖിച്ച് പുളച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ദാവീദ് ഒരിക്കൽ പറയുന്നുണ്ട്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഈ വാക്യം അറിയുന്നവർ ഒന്ന് കൈ ഉയർത്തിക്ക്. ഈ വാക്യം അറിയുന്നവർ. യെസ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുക. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ആ വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞേ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ. എന്താ ദാവീദ് പറയാനുള്ള കാര്യം? എന്താ? ഒരിക്കൽ ദീപം ഉണ്ടായിരുന്നു, കത്തിക്കൊണ്ടിരുന്നതാ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു? ആ ദീപം അണഞ്ഞുപോയി. എങ്ങനെയാ ദാവീദ് അണഞ്ഞുപോയത്? സുഖജീവിതം അനുഭവിക്കാൻ തയ്യാറായപ്പോൾ യുദ്ധത്തിന് പോകേണ്ട ദാവീദ് ഇതാ ഉലാടുകയാണ്. അപ്പോൾ കണ്ണിൽ പെടാത്ത ചിലത് കണ്ടുകിട്ടി. ആ പാപത്തിൽ അകപ്പെട്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയ പ്രകാശം നഷ്ടപ്പെട്ടു. അതിലൂടെ ആ പാപം ചെയ്തതിന്റെ ഫലമായി ഒത്തിരി കൊലപാതകങ്ങൾ ചെയ്യേണ്ടി വന്നു. പാപത്തിന് പുറത്ത് പാപം, അത് മറയ്ക്കാൻ അടുത്ത പാപം, അങ്ങനെ സകല പാപങ്ങളും ചെയ്തതിന്റെ ഫലമായി തന്നിലുള്ള പ്രകാശം നഷ്ടപ്പെട്ടു. അപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ എൻ്റെ ദീപത്തെ കത്തിക്കണമേ, നീ എൻ്റെ ദീപത്തെ കത്തിക്കണമേ, നീ എൻ്റെ ദീപത്തെ കത്തിക്കണമേ. ഒരിക്കൽ നിന്നിൽ ആ വെളിച്ചം വന്നത് നീ തന്നെ അത് കെടുത്തിക്കളഞ്ഞു. ഏതൊക്കെയോ നിലയിൽ പാപത്തിന്റെ തലങ്ങളിലേക്ക് അകപ്പെട്ടുകൊണ്ട് നീ ആ പ്രകാശത്തെ നീ മൂടിക്കളഞ്ഞു, നീ അതിനെ ഇല്ലായ്മ ചെയ്തു. എനിക്ക് ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ബാക്കിലിരിക്കുന്ന വാത്സല്യ യുവതിയുവാക്കൾക്ക് കാണാൻ കഴിയത്തില്ല. ഈ സെന്ററിൽ താഴെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെയുണ്ട്. ശ്രദ്ധിക്കൂ. അതുകൊണ്ട് ഈ മെസ്സേജ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായൊരു നിയോഗം തരുന്നുണ്ട്. ആമേൻ. വെളിച്ചത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകും കേട്ടോ. ആര് ഈ 3 ദിവസങ്ങളും ദൈവസന്നിധിയിൽ കർത്താവെ നഷ്ടപ്പെട്ടു പോയ പ്രകാശത്തെ തിരികെ പിടിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നഷ്ടപ്പെട്ട പ്രകാശം, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ലാത്തതുപോലെ
ആമേൻ. നിന്റെ ജീവിതത്തിലെ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കേണ്ടതിന് അതിനെ ഏതൊക്കെയോ ശക്തികൾ നിന്നെ മാറ്റി നിന്റെ വിളക്കിനെ കെടുത്തിക്കളഞ്ഞ ആ പാപത്തിന്റെ പങ്കുലമായ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ ആര് തയ്യാറാകുന്നു? ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇതാ കട്ടിലിന്റെ കീഴിൽ വയ്ക്കരുത് സുഖജീവിതം അനുഭവിക്കാൻ. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചതുകൊണ്ട്, ആമേൻ, നീ എൻ്റെ ദീപത്തെ ഒന്ന് കത്തിക്കണമേ. ഒന്ന് പറഞ്ഞേ, ഒന്ന് ആ കരം വെച്ച് നെഞ്ചോടൊന്ന് പറഞ്ഞേ, കർത്താവേ നീ എൻ്റെ ദീപത്തെ കത്തിക്കണമേ. പലപ്പോഴും ഞാൻ അണച്ചു കളഞ്ഞിട്ടുണ്ടപ്പാ യേശുവേ, പലപ്പോഴും ഞാനത് കെടുത്തിക്കളഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ പല തെറ്റുകൾ കാരണം ഞാൻ അതിനെ കെടുത്തിക്കളഞ്ഞു യേശുവേ. യേശു അപ്പച്ചാ എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് നീ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് വീണ്ടും നിന്നെ കത്തിക്കാൻ പോകുക കേട്ടോ. നിന്നെ കത്തിക്കാൻ പോകുകയാ. ചതഞ്ഞ ഓടവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഹല്ലേലൂയ നീ അണച്ചതിനെ കർത്താവ് വീണ്ടും കത്തിക്കാൻ പോകുകയാണ്. പത്രോസിനെ മടക്കി കൊണ്ടുവന്നതുപോലെ ഇതാ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്ക്. പരിശുദ്ധ ആത്മാവ് പറയുന്നു, നിന്നെ ഇന്ന് പകൽ കത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആമേ, പകരപ്പെട്ട അഭിഷേകം, പകരപ്പെട്ട വെളിച്ചം, പകരപ്പെട്ട ദൈവകൃപ നിന്നിൽ നിന്ന് മാറിപ്പോയെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഞാൻ ആത്മാവിനാൽ വിളിച്ചു പറയുന്നു, നിന്നെ യേശു കത്തിക്കാൻ പോകുകയാ. നീ മാറിയിട്ട് നിന്നെ വിടാതെ പിന്തുടരുന്ന ചില പാപത്തിന്റെ പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ അതിന്റെ അകത്തളങ്ങളിൽ പൈശാചിക ഒരു മണ്ഡലമുണ്ട്. യേശുവിന്റെ നാമത്തിൽ യോസഫേ, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട വ്യക്തിയാ. പക്ഷെ നിന്റെ മേലെ പോത്തിഫറിന്റെ ഭാര്യ കണ്ണു പതിച്ചിരിക്കുന്നത്. നീ ഒരു ഭാവിയുള്ളവനാ, നീ ലോകം അറിയപ്പെടേണ്ട വ്യക്തിയാ. ഇവിടെ ഇരിക്കുന്ന പലരുടെ മേലും ദൈവത്തിന്റെ കൃപയുണ്ട്, പക്ഷെ അതുപോലും അണച്ചു കളഞ്ഞു. ചില ടാലന്റുകളുണ്ട്, അത് അണച്ചു കളഞ്ഞു. ദുഷ്ട പിശാച് അവൻ നീ അറിയാതെ നിന്റെ ദിശ മാറ്റി, നിന്റെ ലക്ഷ്യത്തെ മാറ്റിക്കൊണ്ട് നിന്നെ മാറ്റി നീ രക്ഷപ്പെടേണ്ടതിന് പകരം സമൂഹത്തിൽ പ്രയോജനപ്പെടേണ്ട നീ, കളക്ടറാകേണ്ട നീ, ഡോക്ടറാകേണ്ട നീ, ഒരു മിഷണറി ആകേണ്ട നീ, നിന്നെ തകർത്തു കളയുന്ന ചില വ്യാപാരങ്ങളെ, ചില പാപത്തിന്റെ പ്രവൃത്തികളെ ഇന്ന് പകൽ യേശു അവൻ ഈ പ്രകാശത്തിലൂടെ മാറുവാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിന്റെ മാതാവ് ഇന്നും നിന്നെ ഓർത്ത് കണ്ണുനീരൊഴുക്കുകയാ കേട്ടോ. നിന്റെ പിതാവ് ഇന്നും നിനക്ക് വേണ്ടി ആമേൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ രക്ഷയൊന്ന് കാണാനാ ആ മാതാവ് ആഗ്രഹിക്കുന്നത്. നിന്റെ വിടുതലൊന്ന് കാണാനാ ആ പിതാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, വേഗത്തിൽ പറഞ്ഞ് ഇത് ഞാൻ ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറഞ്ഞു, ഇന്ന് ഈ സെക്ഷനിൽ ദൈവം ചിലരെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. ചിലരെ ചേഞ്ച് ചെയ്ത് വീണ്ടും കർത്താവിന്റെ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുക കേട്ടോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ റൂട്ടിലേക്ക്, കർത്താവിന്റെ റൂട്ടിലേക്ക്, കർത്താവിന്റെ റൂട്ടിലേക്ക്, കർത്താവിന്റെ റൂട്ടിലേക്ക്, കർത്താവിന്റെ റൂട്ടിലേക്ക്. ഓ യേശുവിന്റെ നാമത്തിൽ നീ വിട്ടിട്ടും നിന്നെ വിടാതെ ചില ഫോൺ കോളുകൾ, ചില മെസ്സേജുകൾ, ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിന്നെ ചാറ്റ് ചെയ്ത് നിന്റെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന, നിന്റെ പഠനത്തിന്റെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന, നീ വളർന്നു വലുതാകും, നീ ഭാവിയിൽ ഉന്നതനായി മാറും. ആമേൻ. നീ മുഖാന്തരം സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ പിതാവിനോട് ദൈവം പറഞ്ഞ വാഗ്ദാനമാണ്. അത് നിന്നിലെത്തിക്കാതിരിക്കാൻ ശത്രു വെല്ലുവിളിക്കുന്ന സകല മണ്ഡലങ്ങളും നീ ചവിട്ടി മുന്നോട്ട് വരാൻ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ഒന്നാം ദിവസം മുതൽ
ദൈവത്തിന്റെ സാന്നിധ്യം അതിശക്തമായി അനുഭവിക്കുന്ന ഹല്ലേലൂയ. ഈ ക്യാമ്പ് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പോകുക കേട്ടോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, അടുത്ത രണ്ട് കാര്യങ്ങൾ കൂടെ വേഗം പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11:33. ഇത് അടുത്തത് നിലവറ. ശ്രദ്ധിക്കൂ, നിലവറയിലൊക്കെ പണ്ട് സൂക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ളതാ നിലവറയിൽ സൂക്ഷിക്കുന്നത്. രഹസ്യങ്ങളെ സൂക്ഷിക്കുക, നിലവറയിൽ രഹസ്യങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യ ജീവിതം കൊണ്ട് പ്രകാശത്തെ മൂടിയ കുറെ അണ്ണന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിലവറ കൊണ്ട് രഹസ്യം. സഭയിൽ വരുന്നു, പ്രേയറിന് വരുന്നു, മീറ്റിങ്ങിന് വരുന്നു, കണ്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ രഹസ്യ ജീവിതം ഭയങ്കരമാ. രഹസ്യത്തിലൊക്കെ ചിലതിനെയൊക്കെ നീ പരസ്യമാകുന്നതിന് മുമ്പേ നീ പ്രാർത്ഥിച്ചാൽ, പരസ്യമാകുന്നതിന് മുമ്പേ നിന്റെ അപ്പന്റെ അമ്മയും തല കുനിയുന്നതിന് മുമ്പ്, അപ്പന്റെ അമ്മയുടെയും തല കുനിയുന്നതിന് മുമ്പ്, പാസ്റ്ററിന്റെ സഭയ്ക്ക് അപമാനം വരുന്നതിന് മുമ്പ്, ഇന്ന് പകൽ നിന്റെ രഹസ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. കർത്താവേ, ഞാനിനി ചെയ്യത്തില്ല. രഹസ്യ ജീവിതം ആരും അറിയുന്നില്ല. അപ്പൻ അറിയുന്നില്ല, അമ്മ അറിയുന്നില്ല, സഭ അറിയുന്നില്ല, സഹോദരങ്ങൾ, അടുത്ത ഉള്ള കൂടപ്പുറപ്പ് പോലും അറിയത്തില്ല. ചില കുഞ്ഞുങ്ങളുണ്ട് ആരോടൊന്നും മിണ്ടാറില്ല. രഹസ്യ ജീവിതമാണ്. ചിലർക്ക് ഭയങ്കര പരസ്യമായിട്ട് എല്ലായിടത്തും ഭയങ്കര മിങ്കിളാകും. പക്ഷേ ആരാധിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ രഹസ്യ ജീവിതം വിടാൻ വയ്യ. ഓരോ ക്യാമ്പിനും ഓരോ മീറ്റിങ്ങിനും ചില ഉപവാസ പ്രാർത്ഥനയും കാത്തിരിപ്പ് യോഗത്തിനും വന്ന് പറയും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ചെറുക്കനോട് ഇനി എന്ത് ചെയ്യത്തില്ല, മെസ്സേജ് അയക്കത്തില്ല, ആ പെണ്ണിനെ ഞാൻ മെസ്സേജ് അയക്കത്തില്ല. പക്ഷെ അയക്കത്തില്ലെന്ന് പറയും, പ്രാർത്ഥിച്ചു പോകും. പക്ഷെ വീണ്ടും അടുത്ത ഒരു മെസ്സേജ് നീ ഇടത്തില്ല. പക്ഷേ ആ പെൺകുട്ടി നിനക്ക് ഇടുമ്പോൾ, 2 വർഷമായിട്ട് ഞാൻ ലവ് ചെയ്യുക എൻ്റെ പാസ്റ്ററെ, ഒരു ചെറുക്ക സ്റ്റാറ്റസ് ഇട്ടേക്കുക, 17 വർഷം ഞാൻ പ്രേമിച്ച പെണ്ണിനെ ഞാൻ സ്വന്തമാക്കി, 17 വർഷം സ്നേഹിച്ച പെണ്ണിനെ ഞാൻ സ്വന്തമാക്കി. ഓ, എന്ത് ഗമയ. പിന്നെ അതിന് ലൈക്ക് അടിക്കാൻ എത്ര പേരാ. അവനിപ്പോഴും നാട്ടിൽ കിടക്കുക. അപ്പനും അമ്മയ്ക്കും പ്രയോജനമില്ല, സഹോദരങ്ങൾക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. ഇപ്പൊ കെട്ടിയ പെണ്ണിനും ഇപ്പം പ്രയോജനമില്ലാതിരിക്കുക. രഹസ്യ ജീവിതം. ചില കുഞ്ഞുങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കയറി ബ്ലൂ ഫിലിം കാണുക. പരസ്യമായിട്ട് പറയുന്നത്, കാരണം ഇത് ക്യാമ്പാ, യുവജനങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. എനിക്ക് അശ്ലീലമായ ചിത്രങ്ങൾ കാണുക. ചില കുഞ്ഞുങ്ങളൊക്കെ പ്രേമത്തൊന്നും മാറാൻ പറ്റുന്നില്ല. 1, സമയനഷ്ടം നീ പ്രേമിച്ചാൽ. 2, നിന്റെ അപ്പനെ അമ്മയെ അനുസരണക്കേട് കാണിച്ച് നീ മുമ്പോട്ട് പോകും. 3, നിന്റെ പഠനത്തിന്റെ ലക്ഷ്യം മാറി ആ പെൺകുട്ടിയിലേക്ക്, ഇല്ലെങ്കിൽ ആ ആൺകുട്ടിയെ നേടണമെന്നുള്ള ചിന്തയിലേക്ക് പോകും. പ്രേമം നിന്നെ വല്ലാതെ
നിന്റെ പഠനം ബുദ്ധിമുട്ടാകും, നിന്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാറും. ഒരു ദിവസം ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി അന്ന് ദിവസം മുഴുവൻ എന്ത് ചെയ്യും? മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, അവൾ തിരിച്ച് റിപ്ലൈ ഇടുന്നവരെ. എന്താ കാര്യം എന്നറിയാമോ? ഈ പ്രേമിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാറുണ്ട്. ആ പിണക്കം മാറ്റാൻ വേണ്ടി പിന്നെ എല്ലാം വിട്ടേച്ച് എന്ത് ചെയ്യും? ആ പിണക്കം മാറ്റാൻ എന്ത് ചെയ്യാമോ അതെല്ലാം ചെയ്യും. ചുരിദാർ വാങ്ങിച്ചു കൊടുക്കണോ? വാച്ച് വാങ്ങിച്ചു കൊടുക്കണോ? പിന്നെ നമ്മളൊന്നും കമ്മലും മാലയൊക്കെ ഇടാത്തത് കൊണ്ട് പിന്നെ അതൊന്നും വേണ്ടല്ലോ, വിട്ടേ പറ്റത്തുള്ളൂ. നിന്റെ രഹസ്യം കാരണം എന്താ സംഭവിക്കുന്നറിയാമോ? സ്വർഗീയ മഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന അരുമനാഥനായ യേശു കാൽവരിയിൽ നമുക്കെല്ലാവർക്കും വേണ്ടി അന്ധകാരത്തിൽ കിടന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന അരുമനാഥനായ യേശുവിനെ നീ മറച്ചു വെക്കുകയാ. നിന്റെ രഹസ്യ ജീവിതം ഇന്ന് വിട പറയണം. വിട പറഞ്ഞേ മതിയാകത്തുള്ളൂ. ശിംശോനെ പോലെ ഇപ്പോഴും ദലീലയുടെ മടിയില്ല. പക്ഷെ ആത്മാവ് വന്ന കയറൊക്കെ പൊട്ടിച്ചുകൊണ്ടായിരുന്നേക്കുന്നത്, കസേര വരെ പൊട്ടിക്കും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആമേൻ. അടുത്തത് കൂടെ ഞാൻ പറയാം. ആമേൻ, ഹല്ലേലൂയ. അടുത്ത പറ മത്തായി എഴുതിയ സുവിശേഷം 5:14-15. ആമേൻ. ഒന്നുകൂടെ വായിക്കാമോ? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞേ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ വായിച്ചേ. മലമേലിരിക്കുന്ന പട്ടണം. എന്നിട്ട് അടുത്തതാ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു തണ്ടിന്മേൽ എന്ന് പറഞ്ഞാൽ വിളക്ക് തറയിൽ വെച്ചാൽ അത്രയ്ക്കുള്ള വെളിച്ചമേ കിട്ടത്തുള്ളൂ. പക്ഷെ ഉയരം കൂടും തോറും, ഹലോ കേൾക്കുന്നുണ്ടോ? ആ വിളക്കിന്റെ ഉയരം കൂടും തോറും പ്രകാശം പരന്നുകൊണ്ടേയിരിക്കും. ഹലോ കേൾക്കുന്നുണ്ടോ? ഈ 4 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചോ. പാത്രം, കട്ടില്, നിലവറ, പറ. ഈ 4 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, തണ്ടിന്മേലല്ലയോ വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രകാശം ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങാനല്ല. ഓ ഹല്ലേലൂയ. നിന്റെ പ്രകാശം ഒരു ചർച്ചിൽ മാത്രം ഒതുങ്ങാനല്ല. നിന്റെ പ്രകാശം ഒരു പ്രസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങാനല്ല. നിന്റെ പ്രകാശം ലോകം മുഴുവനും സകല ജനവും അറിയത്തക്ക നിലയിൽ ആ പ്രകാശം വെളിപ്പെടണം. ഇത് പറ എന്ന് പറയുന്നത് പഴയകാലത്തെ അച്ചായന്മാർക്കൊക്കെ അറിയാം. പറയെന്ന് പറയുന്നത് അളക്കാനുള്ള അല്ലേ? വലിയ അളക്കാൻ ഉപയോഗിക്കുന്ന പാത്രം പറ അല്ലേ? നെൽകൃഷിയൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടമൊക്കെ ചിലർക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അളക്കാൻ ഉപയോഗിക്കുന്നതാ എന്ന് പറഞ്ഞാൽ ഈ പ്രകാശത്തെ അളക്കുകയാണ് പലരും. അളക്കുകയാണ്. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരിക്കൽ ഈ ഇത്രയും വെളിച്ചം മതി, എനിക്ക് ഇവിടെ വരെ ഒതുങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന അനുഭവങ്ങളുണ്ട് കേട്ടോ. ഒരു പള്ളിക്കകത്ത് രാത്രിയാവുമ്പോൾ വിളക്ക് കെടുത്തും. ആമേൻ. അവിടെ ശമൂവേൽ എന്ന് പറഞ്ഞൊരു ബാലനുണ്ടായിരുന്നു. ആ വിളക്ക് കെടുന്നതിന് മുമ്പേ പോയി കിടക്കുമായിരുന്നു. ഇവിടെ ആലയത്തിന്റെ അകത്ത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കേണ്ടതാ അല്ലേ? ആലയത്തിന്റെ അകത്ത് വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കേണ്ടതാ. പക്ഷെ ഇവിടെ എന്താ, ഈ ആലയത്തിൽ വിളക്ക് കെടുത്തിക്കളഞ്ഞ്? ഞാൻ പറയാം എനിക്ക് തോന്നുന്നു അവിടെ കമ്മിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ദർശനമില്ലാത്ത പുരോഹിതനായ ഏലിയുമുണ്ട്, അനുസരണക്കേട് കാണിക്കുന്ന തലമുറകളുമുണ്ട്. അവിടെ സംഭവിച്ച ഒന്നേ ഉള്ളൂ എനിക്ക് മനസ്സിലായത്. സ്വോത്രം. ഈ കമ്മിറ്റിയൊക്കെ കൂടിക്കഴിഞ്ഞാലേ പിന്നെ ചർച്ചിന്റെ ആത്മീയ അന്തരീക്ഷം മാറും. ഞാൻ ലൈവിൽ കാണുന്നവരോട് ഒരു ദൂത് പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ വന്ന ദൈവദാസന്മാരോടും ദൈവമക്കളോടും, സഭ നിയന്ത്രിക്കേണ്ടത് കമ്മിറ്റിയല്ല, സഭ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്.
ചർച്ച് ഓഫ് ഗോഡിന്റെ യൂത്ത് എന്ന് പറയുന്നത് വളരെ ദാഹത്തോടുകൂടെ ഇരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്, നമ്മുടെ തലമുറയുണ്ട്. പക്ഷെ ഇന്ന് പല സഭകളിലും ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കണമെങ്കിൽ കമ്മിറ്റി ആലോചിക്കണം, പൈസ ഉണ്ടെന്ന് നോക്കണം. ഇല്ല, വേണ്ട, ഉപവാസം വേണ്ട, ഉണർവ് മീറ്റിംഗ് വേണ്ട, യൂത്തിന്റെ മീറ്റിംഗ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി മാറ്റി. എന്തിനാ? ചെലവ് കൂടുതലല്ലയോ പാസ്റ്ററേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ചെലവ് കൂടുതലാ. അളക്കുക, അളന്നു നോക്കിയപ്പോൾ രാത്രി മുഴുവനും വീണ്ടും കത്തണമെങ്കിൽ ചെലവ് കൂടുതൽ. അതുകൊണ്ട് രാത്രി കൊണ്ടുപോയി എന്ത് ചെയ്യാ? കെടുത്തിക്കളയ വിളക്ക്. ഹലോ, രാവിലെ കത്തിച്ചാൽ മതിയല്ലോ. എന്തിനാ രാത്രി? എന്തിനാ? ഹലോ, കേൾക്കുന്നുണ്ടോ? രാത്രി എന്തിനാ വിളക്ക്? ഓ, രക്തത്താൽ ജയം. പക്ഷെ സദൃശവാക്യത്തിൽ പറയുന്നു, അവളുടെ വിളക്ക് രാത്രിയിൽ പറഞ്ഞേ കെട്ടുപോയതുമില്ല. ആലയത്തിൽ എന്നും ആമേൻ സമാഗമന കൂടാരം പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ഞങ്ങളുടെ ടി ജോർജ് പാസ്റ്റർ. സ്തോത്രം. അദ്ദേഹത്തിന് അറിയാം, ആമേൻ, വിളക്ക് ആലയത്തിൽ എപ്പോഴും എന്താണ്? കത്തിക്കൊണ്ടേയിരിക്കണം. നീ കത്തിക്കൊണ്ടിരിക്കേണ്ടയാളാ. പക്ഷേ ചില വ്യക്തികൾ കാരണം നിന്നെ അണച്ചുകളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പല കുഞ്ഞുങ്ങളും ഇന്നലെ ഡിസ്കഷൻ ചെയ്തപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളുടെ ആവേശമായിരുന്നു. സഭയ്ക്കകത്ത് ആത്മീയമായ മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല, ആത്മീയമായ ആരാധന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല, അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആത്മീയ തലം ലഭിക്കുന്നില്ല. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവസഭയെ, ദൈവദാസന്മാരെ, ദൈവ മക്കളെ, ഞാൻ ആത്മാർത്ഥതയോടെ പറയാം, ഭാവിയിൽ പ്രയോജനപ്പെടേണ്ട ഈ യുവകുരുന്നുകളെ നിങ്ങൾ അണച്ചുകളയരുത്, കെടുത്തിക്കളയരുത്. അതെന്റെ ഒരു അഭ്യർത്ഥനയാ. ഭാവിയിൽ പ്രയോജനപ്പെടേണ്ട ഈ യുവതലമുറകളെ കെടുത്തിക്കളയുന്ന ചില വ്യാപാരങ്ങളുണ്ട്, മാനുഷികമായി കെടുത്തിക്കളയുന്ന ചില ശക്തികളുണ്ട്. സ്തോത്രം. താങ്ക് യു മക്കളെ. നിങ്ങൾ പോയിരിക്കാമോ? സ്തോത്രം. എല്ലാവരും ഒന്ന് കരമടിച്ച്, പിടിച്ചോ. നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഹല്ലേലൂയ. സ്തോത്രം. കെടുത്തിക്കളയുന്ന ചില വ്യാപാരങ്ങൾ. ഹല്ലേലൂയ. ചിലർക്ക് വേറെ ഒരു കുഴപ്പവുമില്ലെങ്കിലും, കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണം, വേറെ ഒരു കുഴപ്പമില്ലെങ്കിലും ചിലരൊക്കെ ചില കുഞ്ഞുങ്ങളുടെ ഭാവി അറിയാതെ അവരെ ആത്മീയത്തിൽ കെടുത്തിക്കളയുന്ന ചില ശക്തികളുണ്ട് കേട്ടോ. അതെന്നെല്ലാം കർത്താവ് ഇന്ന് പകൽ ജയം തരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞ് എല്ലാവരും അല്പസമയങ്ങൾ കർത്താവിനെ ആരാധിച്ചാട്ടെ, കരമടിച്ച് ആരാധിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ പ്രകാശം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയം. എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നെ പ്രകാശിപ്പിക്കണമേ. എന്നെ ഒന്ന് പ്രകാശിപ്പിക്കണമേ കർത്താവേ. ഓ, പറ കൊണ്ട് അളക്കാനല്ല, പാത്രം കൊണ്ട് മൂടാനല്ല, കട്ടിന് കീഴി വയ്ക്കാനുള്ളതല്ല, നിലവറയിൽ സൂക്ഷിക്കാനുള്ളതല്ല, മറ്റുള്ളവരിലേക്ക് പകരാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഒരു വീട് പെട്ടെന്ന് തുറക്കുമ്പോൾ സൂര്യപ്രകാശം അതിലേക്ക് അടിക്കും. ജനലുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൂടെ വെളിച്ചം വരും. വെളിച്ചം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ആ വീട് അടച്ചിട്ടിരുന്ന വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഇഴഞ്ഞു പോകുന്നത് കാണാം. ഹലോ, എന്തൊക്കെ ഇഴഞ്ഞു പോകുന്നത് കാണാം. എന്താ? പാറ്റ ഇഴഞ്ഞു പോകുന്നു, ഓടിപ്പോകുന്നു, പഴുതാര ഓടിപ്പോകുന്നു, എലി ഓടിക്കൊണ്ടിരിക്കുക, പല്ലി ഓടിക്കൊണ്ടിരിക്കുക. ഇരുട്ടിൽ അത് വസിക്കാൻ ആഗ്രഹം. പക്ഷെ വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ മാറി?
എല്ലാ ഇഴജാതികളും ഓടാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ഈ ആമേൻ ക്യാമ്പിൽ ചിലരൊക്കെ ഓടി മാറാൻ പോകുകയാ. നിന്റെ അകത്ത് വെളിച്ചം വന്നു കഴിയുമ്പോൾ, നിന്റെ അകത്ത് വെളിച്ചം വീശി കഴിയുമ്പോൾ ചിലതൊക്കെ മാറിപ്പോകുവാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്നേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എന്റെ മേലൊരു വെളിച്ചം വീശണം. ഈ വെളിച്ചം ലോകം മുഴുവൻ എനിക്ക് അറിയിക്കണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനെ ശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ദൈവ നിയോഗം ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. ദൈവത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാട് ഇതിന്റെ അകത്തുണ്ട്. ദൈവശക്തി ചിലരുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഇവിടെ നിൽക്കുന്ന ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക നിയോഗം വ്യാപരിക്കാൻ പോകുകയാണ്. പലപ്പോഴും എന്നിൽ നിന്നും മാറാൻ കഴിയാതെ വണ്ണം ചില പാപത്തിന്റെ പ്രവൃത്തികൾ, ചില അന്ധകാര ശക്തികൾ എന്നെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണമെന്ന് ഞാൻ പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാ, പക്ഷേ ഏതോ ചില ശക്തികൾ നിന്നെ മൂടിക്കൊണ്ടിരിക്കുകയാ. പക്ഷെ ഇന്ന് പകൽ നിന്റെ മേൽ ആ പ്രകാശം വന്നു കഴിയുമ്പോൾ എല്ലാറ്റിലും ഒരു പ്രകാശം വെളിപ്പെടും. നീ കാല് ചവിട്ടുന്നിടത്തെല്ലാം ഒരു പ്രകാശം വെളിപ്പെടും. ആമേൻ, ആമേൻ. ഈ മീറ്റിംഗ് ഒരു വലിയ അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ഒരു നിമിഷം എനിക്കൊരു വലിയ മാറ്റം വേണം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിൽ എനിക്കൊരു വിജയം വേണം. ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എനിക്ക് മുന്നോട്ട് വരണം. ആമേൻ. എൻ്റെ വിദ്യാഭ്യാസ മേഖലയിലായാലും, എൻ്റെ ജോലി മേഖലയിലായാലും, എൻ്റെ ശുശ്രൂഷ മേഖലയിലായാലും എനിക്ക് വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരണം എന്നാഗ്രഹിക്കുന്നവർ ആ കുഞ്ഞുങ്ങളൊന്ന് കരമുയർത്തിക്ക്. മകനെ, നീ ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടേണ്ട ആളാ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ കുഞ്ഞുങ്ങളൊന്ന് മുന്നോട്ട് ഓടി വന്നേ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഒരു വലിയ അനുഗ്രഹം ഇവിടെ ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ്. വന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രകാശം വെളിപ്പെടും. യേശുവിൻ നാമത്തിൽ പാരൻസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിർബന്ധമായിട്ട് ഈ ഫ്രണ്ടിലേക്ക് വിടണം. കാരണം അവരുടെ മേൽ ഒരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ആമേൻ. ഈ ലോകത്തിന്റെ ഇരുട്ടിന്റെ ശക്തികൾ അവരെ വല്ലാതെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചർച്ച് ഓഫ് ഗോഡ് 2023 85ാമത് ജനറൽ ക്യാമ്പിന് നിന്റെ തലമുറയെ ദൈവം മാറ്റി വരുത്തുവാൻ പോകുകയാണ്. അവരുടെ ചില കോപ സ്വഭാവങ്ങൾ, അവരെ വല്ലാതെ അനുസരണക്കേടിലേക്ക് കൊണ്ടുപോകുന്ന ചില സ്വഭാവങ്ങൾ അവരിൽ നിന്ന് മാറുവാൻ പോകുകയാണ്. ആമേൻ. ചില സഹോദരിമാർ വോളണ്ടിയേഴ്സായിട്ട് നിന്ന് ആ കസേരകളൊന്ന് മാറ്റിയിട്ട് ആ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് മുന്നോട്ട് വിട്ടാട്ടെ. ഒന്ന് ശ്രദ്ധിച്ചേ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. സഹോദരന്മാർ, പ്രിയ വാത്സല്യ, ആമേൻ, കുഞ്ഞുങ്ങളെ ഒന്ന് വിട്ട് ആമേൻ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആത്മാവിന്റെ നിയോഗത്തോടെ ഒന്ന് ഏൽപ്പിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഒരു മെഡിറ്റേഷൻ.
വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മ നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ രക്ഷകനാവേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, രക്ഷകനാവേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മശക്തിയാലെന്നു നടത്തണമേ, ആത്മശക്തിയാലെന്നു നടത്തണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു വീഴുപോലൊരുക്കണമേ, അവരിന്നു വീഴുപോലൊരുക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മമാരി വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, അവേ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ അഭിഷേകത്തിന് പകർത്തിക്കാൻ പുതുഭാഷകളാൽ, പുതുവാചകങ്ങളാൽ, പുതിയ ഭാഷകളാൽ നാമങ്ങളെ പരിശുദ്ധാത്മാവിനെ തുറന്ന്, ആത്മാവിനെ തുറന്ന്, ആത്മാവിനെ തുറന്ന് പരിശുദ്ധാത്മാവിനെ Athuna
ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഓ, ദൈവമേ, പവർ, 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 പവർ. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ അഭിഷേകം, അഭിഷേകം, അഭിഷേകം. Yes, 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 yes. Udabada, digaraba, dudaraba, dirabada, digaraba, udabada. ഓ, തൊടുന്നു പരിശുദ്ധാത്മാവ്. ഓ, നിങ്ങളുടെ സന്താനങ്ങളെ തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുന്നു. ഹല്ലേലൂയ. Hallelujah, hallelujah. Thank you, thank you, hallelujah. നിന്റെ ഭാവിയെ തകർക്കാൻ നോക്കുന്ന, നിന്റെ വിദ്യാഭ്യാസത്തെ തകർക്കാൻ നോക്കുന്ന ആ ദുഷ്ട ശത്രുവിനെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ തലമുറകളുടെ മേൽ അങ്ങയുടെ അഭിഷേകം പകരട്ടെ. ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. ഒരു മഴ പോലെ, മഴ പോലെ, ആത്മമാരി പോലെ ഈ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം പകരുകയാണ്.